السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين. أما بعد. ഒരു തുള്ളി വെളിച്ചം പ്രോഗ്രാമിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ആശംസിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ ഈ നല്ല പ്രവർത്തനങ്ങളെയും കബൂൽ ചെയ്യുമാറാവട്ടെ. അങ്ങനെ ഒരിക്കൽ കൂടി നമുക്ക് വെള്ളിയാഴ്ച ദിവസം ആഗതമായിട്ടുണ്ട്. ഈ വെള്ളിയാഴ്ച ദിവസത്തിൽ പ്രത്യേകിച്ചും നമുക്ക് ഓതാൻ ശ്രേഷ്ഠമായ ഒരു സൂറത്താണ് സൂറത്തുൽ കഹ്ഫ്. ഇന്ന് നമുക്ക് സൂറത്തുൽ കഹ്ഫിൻ്റെ മഹാത്മ്യത്തിലേക്കും അതിലേക്ക് നമുക്ക് അല്പമൊന്ന് കണ്ണോടിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാവട്ടെ. പ്രിയപ്പെട്ടവരെ, സൂറത്തുൽ കഹ്ഫ് എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട സൂറത്താണ്. ആ സൂറത്തുൽ കഹ്ഫിൻ്റെ മഹാത്മ്യങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരുപാട് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, വെള്ളിയാഴ്ച സുബഹിക്ക് ശേഷം മഗ്രിബ് വരെ ഒരാൾ മൂന്ന് പ്രാവശ്യം അതിൻ്റെ ഇടയിലായിട്ട്, അതല്ലെങ്കിൽ ജുമുഅക്ക് മുമ്പായിട്ട് 3 പ്രാവശ്യം ഓതി തീർത്താൽ അവന് വലിയ പുണ്യങ്ങളൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായി അബൂദർദാ റളിയല്ലാഹു അൻഹു പറയുന്നു, ആരെങ്കിലും സൂറത്തുൽ കഹ്ഫിൻ്റെ ആദ്യത്തെ 10 ആയത്തുകൾ മനഃപ്പാഠമാക്കിയാൽ ദജ്ജാലിൽ നിന്ന് അവനെ കാക്കപ്പെടുന്നതാണെന്ന്. മറ്റൊരു ഹദീസിലൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, വെള്ളിയാഴ്ച ദിവസത്തിൽ വല്ലവനും സൂറത്തുൽ കഹ്ഫ് ഓതിയാൽ ആ വെള്ളിയാഴ്ച മുതൽ അടുത്ത വെള്ളിയാഴ്ച വരെയുള്ളതായ അതിൻ്റെ ഇടയിലുള്ളതായ ദിവസങ്ങൾ, ആ ദിവസങ്ങളിൽ അവന് പ്രകാശം നൽകപ്പെടുന്നതാണ്, അതവന് പ്രകാശിക്കുന്നതാണെന്നും മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ ഓർമ്മിപ്പിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരുപാട് മഹാത്മ്യങ്ങൾ ഈ സൂറത്തിനെക്കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹദീസിലൂടെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. മറ്റൊരു ഹദീസിലൂടെ ആയിഷ റളിയല്ലാഹു അൻഹ റിപ്പോർട്ട് ചെയ്തതായ ഒരു ഹദീസ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഞാൻ ആയിഷ, നിനക്ക് ഞാൻ ഒരു സൂറത്തിനെക്കുറിച്ച് പറഞ്ഞു തരട്ടെയോ? ആകാശത്തിൻ്റെയും ഭൂമിയുടെയും ഇടയിൽ അതിൻ്റെ മാഹാത്മ്യങ്ങൾ കൊണ്ട് നിറക്കപ്പെടുന്നതായ ആ സൂറത്തിനെക്കുറിച്ച് നിന്നോട് ഞാൻ പറഞ്ഞു തരട്ടെയോ എന്ന് ആയിഷ ബീവി റളിയല്ലാഹു അൻഹയോട് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അതിനുശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, വല്ലവനും ഇത് വെള്ളിയാഴ്ച ദിവസത്തിൽ ഓതുകയാണെങ്കിൽ ഈ വെള്ളിയാഴ്ച മുതൽ അടുത്ത വെള്ളിയാഴ്ച വരെയുള്ളതായ ദിവസത്തിൻ്റെ ഇടയിലുള്ളതായ തെറ്റുകൾ അവന് പൊറുക്കപ്പെടുന്നതാണെന്നും വസിയാദത്തു സലാസ അയ്യാമിൻ, അതുമാത്രമല്ല വെള്ളിയാഴ്ചക്ക് പുറമെ, അഥവാ ഒരാഴ്ചയിലുള്ളതായ 7 ദിവസങ്ങൾക്ക് പുറമെ 3 ദിവസം കൂടെ, അഥവാ 10 ദിവസത്തെ തെറ്റുകൾ, അള്ളാഹു അവൻ്റെ തെറ്റുകൾ പൊറുക്കപ്പെടുന്നതാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ ഓർമ്മിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് മഹാത്മ്യങ്ങൾ നിറഞ്ഞതായ സൂറത്താണ് ഈ സൂറത്തുൽ കഹ്ഫ് എന്ന് പറഞ്ഞാൽ. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മറ്റൊരു ഹദീസിലൂടെ സൂചിപ്പിക്കുകയാണ്, 70,000 മലക്കുകൾക്ക് ഈ സൂറത്തുൽ കഹ്ഫിൻ്റെ മഹാത്മ്യങ്ങൾ കൊണ്ട് ആകാശത്തിൻ്റെയും ഭൂമിയുടെയും ഇടയിൽ നിറക്കപ്പെടുന്നതാണ്. 70,000 മലക്കുകൾ അവർക്ക് ഇതിൻ്റെ ശ്രേഷ്ഠത കൊണ്ട് അവരുടെ ചിറകുകൾ എന്തുന്നതാണെന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മൾ ഓർമ്മിപ്പിക്കുകയുണ്ടായി. അപ്പോൾ ഒരുപാട് മാത്രമല്ല, ഈ വെള്ളിയാഴ്ച ദിവസത്തിൽ വല്ലവനും സൂറത്തുൽ കഹ്ഫ് ഓതുകയാണെങ്കിൽ അവൻ്റെ പ്രകാശം നൽകപ്പെടും എന്നല്ല, ആകാശഭൂമിയുടെ ഇടയിലുള്ളതായ അവൻ്റെ ഈ ഒരാഴ്ചക്കിടയിൽ ആകാശഭൂമിയുടെ ഇടയിലുള്ളതായ പ്രകാശങ്ങൾ അവൻ നിറക്കപ്പെടുന്നതാണെന്നും ദജ്ജാലിൽ നിന്ന് അള്ളാഹു അവനെ കാക്കപ്പെടുന്നതാണെന്നും ഹദീസിലൂടെ നമ്മളെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓർമ്മപ്പെടുത്തുകയുണ്ടായി. ഈ സൂറത്തുൽ കഹ്ഫിൻ്റെ അവസാനത്തിലുള്ളതായ അവസാനത്തെ 10 ആയത്തുകൾ മനഃപ്പാഠമാക്കുകയാണെങ്കിൽ അല്ലാഹു തആല അവനെ ദജ്ജാലിൽ നിന്ന് കാക്കപ്പെടുന്നതാണെന്നും ഈ സൂറത്തുൽ കഹ്ഫിൻ്റെ അവസാനത്തെ 10 ആയത്തുകൾ പതിവാക്കുന്നതായ ഒരാൾക്ക്
ദജ്ജാലിൻ്റെ ഫിത്നയിൽ നിന്നും ഖിയാമത്ത് നാളിലുള്ളതായ മറ്റ് ഫിത്നകളിൽ നിന്നുമെല്ലാം അല്ലാഹു തആല അവനെ കാക്കപ്പെടുന്നതാണെന്നും ഹദീസിലൂടെ നമുക്ക് സൂചിപ്പിക്കാൻ ഹദീസിലൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ സൂചിപ്പിച്ചിട്ടുണ്ട്. ഏതായാലും ശരി, നമ്മളെല്ലാവരും വെള്ളിയാഴ്ച ദിവസമാണ്. ഈ വെള്ളിയാഴ്ച ദിവസങ്ങളിലെല്ലാം നമ്മൾ എല്ലാ വെള്ളിയാഴ്ചയും ഏറ്റവും ചുരുങ്ങിയത് ഒരു ദിവസമെങ്കിലും ഒരു ആഴ്ചയിൽ ഒരു ദിവസം, അഥവാ ഏറ്റവും ചുരുങ്ങിയത് വെള്ളിയാഴ്ച ഒരു പ്രാവശ്യമെങ്കിലും സൂറത്തുൽ കഹ്ഫിനെ നാം ഓതാൻ ശ്രമിക്കണം. അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാവട്ടെ. സൂറത്തുൽ കഹ്ഫിൻ്റെ മഹാത്മ്യങ്ങൾ കൊണ്ട് അല്ലാഹു തആല നമുക്ക് പ്രകാശം നൽകുമാറാവട്ടെ. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.